നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ അപൂർവമായ ഒരു പ്രണയകഥയാണ്. 2019 പുറത്തിറങ്ങിയ ആസാമീസ് മൂവിയായ ആമിസ് എന്ന ചിത്രം. ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു ചിത്രമാണ് ഇത്. മാംസഭക്ഷണ പ്രിയയായ തൻ്റെ കാമുകിയുടെ വിശപ്പടക്കാൻ കാമുകൻ കാണിക്കുന്ന സാഹസികത. ധാരാളം പ്രണയകഥകൾ കണ്ടിട്ടുള്ള മലയാളികൾക്ക് എന്തിന് മനുഷ്യർക്ക് തന്നെ ഈ കഥ ദഹനക്കേടുണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. കൂടുതൽ വലിച്ചു നീട്ടി കുളമാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. ഇതാണ് ചിത്രത്തിലെ നായിക നിർമാലി. വിവാഹിതയും ഒരു മകനുമുള്ള നിർമാലി ഒരു പീഡിയാട്രീഷ്യനാണ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം അവർ ഒരു ക്ലിനിക്കും നടത്തുന്നുണ്ട്. ഇത് നായകൻ സുമൻ. ആന്ത്രപ്പോളജി വിഭാഗത്തിലെ PhD ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് സുമൻ. ഒരു മാംസഭക്ഷണ പ്രിയനായതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവർക്ക് ഒരു മീറ്റ് ക്ലബ്ബുണ്ട്. പുറത്തുനിന്ന് ലഭിക്കുന്ന മാംസഭക്ഷണത്തിന്റെ ക്വാളിറ്റി അത്ര വിശ്വസനീയമല്ലാത്തതുകൊണ്ട് തന്നെ ജീവനോടെ ജീവികളെ കൊണ്ടുവന്ന് വൃത്തിയാക്കി ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇവരുടെ രീതി. നായികയ്ക്കും നായകനുമൊപ്പം വളരെ സാധാരണക്കാരനായ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി റിക്ഷ ഓടിക്കുന്ന ഒരു റിക്ഷക്കാരനെയും കാണിക്കുന്നുണ്ട്. അതാരാണെന്നുള്ളത് സസ്പെൻസ് ആണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു സൺഡേയിൽ മകന്റെ ഒപ്പം വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ നായകൻ സുമൻ നിർമാലിയുടെ വീട്ടിലേക്ക്, അതായത് ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട് വയറുവേദന കൊണ്ട് പുളയുകയാണെന്ന് അവൻ പറയും. ഇന്ന് സൺഡേ അല്ലേ, ക്ലിനിക്കില്ലെന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തു തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഡോക്ടർ അവിടെ വരെ ഒന്ന് വരണമെന്ന് സുമൻ പറയുന്നു. അതിന് ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, നീ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർമാലി പറയുന്നെങ്കിലും സുമന്റെ നിസ്സഹായാവസ്ഥ കണ്ട് നിർമാലി വേഗം അവനോടൊപ്പം ചെല്ലാൻ തയ്യാറാകും. പോകും വഴി എന്താ ഫ്രണ്ടിന് പറ്റിയതെന്ന് നിർമാലി ചോദിക്കുമ്പോൾ അവൻ ഒരുപാട് വാരി വലിച്ചു കഴിച്ചിരുന്നു, ദേഹം മുഴുവൻ ഇപ്പോൾ പച്ച കളറായി എന്നൊക്കെ സുമൻ പറയുന്നു. ഡോക്ടർ വീട്ടിലെത്തുമ്പോൾ വയറുവേദന കൊണ്ട് പുളയുന്ന ഫ്രണ്ടിനെയാണ് കാണുന്നത്. അവനൊരു വെജിറ്റേറിയൻ ആയിരുന്നു. എന്നാൽ തലേന്ന് പാരൻസ് പുറത്തു പോയതുകൊണ്ട് തന്നെ ആദ്യമായി അവൻ മാംസഭക്ഷണം കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് കഴിക്കുകയും ചെയ്തു. വൃത്തിയില്ലാത്ത ഫുഡ് വല്ലതുമാണോ കഴിച്ചതെന്ന് നിർമാലി ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണമാണ് കഴിച്ചതെന്നും ഞാനും മറ്റു ഫ്രണ്ട്സും അത് കഴിച്ചിരുന്നു, എന്നാൽ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവുമില്ലെന്ന് സുമൻ പറയും. ശേഷം അവന് ORS കൊടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് മെഡിസിനൊക്കെ നിർമാലി കുറിച്ചു കൊടുക്കുന്നു. കുഴപ്പമില്ല, ദഹനക്കേടാണ് എന്ന് പറയുകയും ചെയ്യും. തിരികെ വീട്ടിലേക്ക് വരും വഴി വെജിറ്റേറിയനായ ആൾക്ക് എന്തിനാ അത്രയും നോൺ വെജ് കൊടുത്തതെന്ന് നിർമാലി ചോദിക്കുമ്പോൾ അത് അവൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. അവർ തലേന്ന് ഒരു ആടിനെ മുഴുവനായി വാങ്ങി ഭക്ഷിച്ചിരുന്നു. ഞങ്ങൾക്കൊരു മീറ്റ് ക്ലബ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ക്ലബ് ഒന്നുമല്ല, മാംസഭക്ഷണ പ്രിയരായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മ. സാധാരണഗതിയിൽ മാംസം എവിടെ നിന്ന് വരുന്നു, ആര് കുക്ക് ചെയ്യുന്നു, എത്ര നാൾ പഴക്കമുണ്ട്, ഇതൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഞങ്ങളുടെ മീറ്റ് ക്ലബിൽ ഫ്രഷായിട്ട് ജീവനോടെ കൊണ്ടുവന്ന് തന്നെ റെഡിയാക്കി കഴിക്കുന്നത് കൊണ്ട് ഫ്രഷായിട്ട് ഞങ്ങൾക്ക് മീറ്റ് കഴിക്കാൻ കഴിയുമെന്ന് സുമൻ പറയും. ഈ ഐഡിയ നിർമാലിക്കും ഇഷ്ടമാകും. അപ്പോഴേക്കും അവർ തിരികെ നിർമാലിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഫീസ് എത്രയായി എന്ന് സുമൻ ചോദിക്കുമ്പോൾ അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് നിർമാലി പറയും. എങ്കിലും സുമൻ എന്തെങ്കിലും വാങ്ങണമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ മീറ്റ് ക്ലബിൽ കുക്ക് ചെയ്യുമ്പോൾ എന്നെ കൂടി കൂട്ടിയാൽ മതിയെന്ന് നിർമാലി പറയുന്നു. സുമനും അത് വളരെ സന്തോഷമാകും. സുമന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഏലിയാസ്. എല്ലാ കാര്യങ്ങളും സുമൻ ഏലിയാസിനോട് തുറന്നു പറയാറുമുണ്ട്. അങ്ങനെ ഡോക്ടറിനെ പരിചയപ്പെട്ട കാര്യവും അവൻ ഏലിയാസിനോട് പറയുന്നു. അതുപോലെ നിർമാലിയുടെ അടുത്ത ഫ്രണ്ടാണ് ജൂമി. ജൂമി ഒരു അടിച്ചുപൊളി ലേഡിയാണ്. അവൾക്ക് ഹസ്ബൻഡ് അറിയാതെ മറ്റു പല പരിപാടികളുമൊക്കെ ഉണ്ട്. അവർ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ ജൂമി ചിക്കൻ വാങ്ങുമ്പോൾ നിർമാലി അവിടെ കാണുന്ന നോൺ ഐറ്റംസ് ഒക്കെ നോക്കി നിൽക്കുന്നതല്ലാതെ വാങ്ങുന്നില്ല. ശേഷം രണ്ടാളും കൂടി തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകും. നിന്റെ ഹസ്ബൻഡ് എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മാത്രമേ അത് അറിയൂവെന്ന് നിർമാലി പറയുന്നു. കാരണം അദ്ദേഹം വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന തിരക്കുള്ള ഒരു ഡോക്ടറാണ്. ദിലീപ് എന്നാണ് നിർമാലിയുടെ ഹസ്ബൻഡിന്റെ പേര്. നിർമാലിയുടെ വീടെത്തി നിർമാലി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജൂമി പിറ്റേന്ന് ഒരു നാടകം കാണാൻ വരുന്നോ എന്ന് നിർമാലിയോട് ചോദിക്കുന്നു. ജൂമിക്ക് തൻ്റെ ലവറിനൊപ്പം കറങ്ങാനുള്ളൊരു പ്ലാനാണത്. ആരെങ്കിലും ചോദിച്ചാൽ ജൂമി തന്നോടൊപ്പം ഉണ്ടെന്ന് പറയണം. അതിനാണ് അവളെയും നാടകത്തിനായി ജൂമി വിളിക്കുന്നത്. എന്നാൽ എനിക്കിതൊന്നും ഇഷ്ടമാകുന്നില്ലെന്ന് നിർമാലി പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാം കൺട്രോളിൽ തന്നെയാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജൂമി അവിടെ നിന്നും പോകും. അങ്ങനെ ഒരു ദിവസം സുമൻ കുറച്ച് കാട്ടുമുയലിൻ്റെ ഇറച്ചി പാകം ചെയ്തത് നിർമാലിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഫ്രണ്ടിനെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അടുത്ത തവണ മീറ്റ് ക്ലബിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിർമാലിയെ കൂടെ കൂട്ടാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് മുയലിറച്ചി കൊണ്ടുവന്ന് സുമൻ കൊടുക്കുന്നത്. അങ്ങനെ നിർമാലിയും സുമനും ക്ലിനിക്കിലിരുന്ന് മുയലിറച്ചി കഴിക്കുന്നു. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കൈകൊണ്ട് കഴിച്ചാൽ വല്ല അണുബാധയും ഉണ്ടായാലോ എന്ന് കരുതി എപ്പോഴും സ്പൂണും ഫോർക്കുമൊക്കെ ഉപയോഗിച്ചാണ് നിർമാലി ഭക്ഷണം കഴിക്കുന്നത്. ഏതായാലും നിർമാലിക്ക് ആ ഭക്ഷണം ഒരുപാട് ഇഷ്ടമാകുന്നു. സുമൻ എന്താണ് ചെയ്യുന്നതെന്ന് നിർമാലി ചോദിക്കുമ്പോൾ ആന്ത്രപ്പോളജിയിൽ PhD ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണെന്നും
നോർത്ത് ഈസ്റ്റിലെ മീറ്റ് ഈറ്റിംഗ് ട്രഡീഷനിലാണ് റിസർച്ച് ചെയ്യുന്നതെന്നൊക്കെ സുമൻ പറയും. അതിന്റെ ഭാഗമാണോ മീറ്റ് ക്ലബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് എൻ്റെ പാഷനാണെന്നും സുമൻ പറയുന്നു. ഇപ്പോഴൊക്കെ കിട്ടുന്ന മാംസഭക്ഷണം എവിടുന്നാണെന്നോ എങ്ങനെയുള്ളതാണെന്നോ ആര് കുക്ക് ചെയ്യുന്നതാണെന്നൊന്നും അറിയില്ല. തന്നെയുമല്ല, ഇതൊക്കെ നോക്കാൻ ആർക്കാണ് നേരമെന്നൊക്കെ നിർമ്മാലി പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, നല്ല ഫ്രഷ് ആയിട്ട് മീറ്റ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ പോകില്ലായിരിക്കും. കാരണം അതൊന്നും വലിയ ആർഭാടവും ആഡംബരങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെന്നൊക്കെ സുമൻ പറയുന്നു. വൃത്തിയുള്ള സ്ഥലവും വൃത്തിയുള്ള ഭക്ഷണവുമാണ് ലഭിക്കുന്നതെങ്കിൽ എവിടെ വരാനും തയ്യാറാണെന്ന് നിർമ്മാലി പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാകും. ശേഷം രാത്രി സുഹൃത്തുക്കളെല്ലാം കൂടിയിരിക്കുമ്പോൾ സുമൻ ഏലിയാസിന്റെ അടുത്തെങ്ങും പോകാതെ മാറിയിരുന്ന നിർമ്മാലിക്ക് മെസ്സേജ് ചെയ്യും. ഏലിയാസ് അപ്പോൾ അടുത്തു വന്നിരുന്ന നിർമ്മാലി മറ്റൊരാളുടെ ഭാര്യയാണ് എന്നൊക്കെ അവനെ പറഞ്ഞ് ഉപദേശിക്കാനായി ശ്രമിക്കും. എനിക്ക് അങ്ങനൊന്നുമില്ലെന്ന് സുമൻ പറയുന്നു. ഏലിയാസ് അതോടെ അവിടുന്ന് എണീറ്റു പോകും. ശേഷം മറ്റൊരിടത്ത് പോയിരുന്ന് അവൻ നിർമ്മാലിയോട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ സൗഹൃദ സംഭാഷണം നീണ്ടുപോകുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങുന്നു. ശേഷമുള്ള ദിവസങ്ങളിൽ അവരൊരുമിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള മാംസഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരിടത്ത് പോയി വാഴക്കൂമ്പും അതിനോടൊപ്പം പക്ഷിക്കുഞ്ഞിന്റെ മാംസവും ഒക്കെ വെച്ച് ഉള്ള ഒരു ഡിഷ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അടുത്ത തവണ നമുക്ക് ചേമ്പിട്ട ക്യാറ്റ് ഫിഷ് കഴിക്കാൻ പോകാമെന്ന് സുമൻ പറയുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഫുട്ബോൾ പോലെയാകുമെന്ന് നിർമ്മാലി പറയും. എന്നാൽ അങ്ങനൊന്നുമില്ല, ഇതെല്ലാം നല്ല ആരോഗ്യമുണ്ടാക്കുന്ന ആഹാരമാണെന്ന് സുമൻ പറയുന്നു. ശേഷം അവർ തിരികെ പോകുന്ന സമയം കാറിലിരുന്ന് സുമൻ ധാരാളം വെറൈറ്റി ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ നിർമ്മാലിയും ആസ്വദിക്കുകയും ചെയ്യും. നന്നായി പഠിക്കുകയും മറ്റും ചെയ്യുന്ന ആളായിരുന്നതുകൊണ്ട് തന്നെ ഇതേ സമയം എബ്രോഡ് പോയി പഠിക്കാൻ സുമന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നു. എന്നാൽ അവനത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. സുമന്റെയും നിർമ്മാലിയുടെയും ജീവിതം അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോകും. അവർ തമ്മിൽ പരസ്പരം കൂടുതൽ ചാറ്റ് ചെയ്യാനും അങ്ങനെ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. സുമനോടൊപ്പം മാംസഭക്ഷണം കഴിച്ച് മാംസഭക്ഷണത്തിന്റെ ടേസ്റ്റ് മാത്രമേ ഇപ്പോൾ നിർമ്മാലിക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്ന് അവൾ അവനോട് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയെ ഒരു പ്ലാറ്റോണിക് ലവ് സുമന് നിർമ്മാലിയോട് തോന്നാൻ തുടങ്ങും. അതായത് നിർമ്മാലി വിവാഹിതയും തന്നെക്കാൾ ഏജ് കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ ചട്ടക്കൂടുകളെയും മാനിച്ചുകൊണ്ടുള്ള ഒരു തരം പ്രണയം. അത് സുമൻ നിർമ്മാലിയോടും പറയുന്നു. അതോടെ നിർമ്മാലി കുറച്ച് ഡെസ്പാകും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്റെ കോളിനും മെസ്സേജിനും ഒന്നും റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് തന്നെ ജൂമി നിർമ്മാലിയെ അന്വേഷിച്ച് വരുന്നു. മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് ആദ്യം നിർമ്മാലി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും സുമന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും അവർ കറങ്ങി നടന്ന് ഫുഡ് കഴിച്ചതും അവന് തന്നോടൊരു ഫീലിങ്സ് ഉള്ളതായി പറഞ്ഞതായും ഒക്കെ ജൂമിയോട് നിർമ്മാലി പറയുന്നു. നിനക്ക് അങ്ങനെ വല്ല ഫീലിങ്സും അവനോടുണ്ടോ എന്ന് ജൂമി ചോദിക്കുമ്പോൾ അത് തെറ്റാണ്, ഞാൻ അവനേക്കാൾ ഒരുപാട് മൂത്തതാണ്, തന്നെയുമല്ല വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ്, അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ നിർമ്മാലി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ അവനെ കാണുന്നത് നിർത്താൻ ജൂമിയും നിർമ്മാലിയോട് പറയും. നീ പറയുന്നത് ശരിയാണ്, സുമനെ കാണില്ല എന്ന് വലിയ ഗമയിൽ നിർമ്മാലി പറയുമെങ്കിലും അടുത്ത സീനിൽ സുമനോടൊപ്പം ഇരുന്ന നാടകം കാണുന്ന നിർമ്മാലിയെയാണ് കാണിക്കുന്നത്. നാടകം നടക്കവേ സുമൻ നിർമ്മാലിയുടെ കയ്യിൽ ഒന്ന് സ്പർശിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവനത് കഴിയുന്നില്ല. അങ്ങനെ നാടകം കണ്ടുകൊണ്ടിരിക്കെ ഒരാൾ കൂർക്കം വലിച്ചുള്ള ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നത് കണ്ട് ചിരി പൊട്ടിപ്പോകുന്ന നിർമ്മാലി സുമനെയും കൂട്ടി പുറത്തേക്ക് പോരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് സുമൻ ചോദിക്കുമ്പോൾ ഇന്ന് പറ്റില്ല, നാളെ ദിലീപ് വരുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് നിർമ്മാലി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സുമന്റെ മുഖം വല്ലാതെയാകും. ശരി, എനിക്കും കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നുവെന്ന് അവൻ പറയുമ്പോൾ അതെന്താ നേരത്തെ പറയാഞ്ഞ്, പിന്നിന്നിങ്ങനെ വരണ്ടായിരുന്നുവല്ലോ എന്ന് നിർമ്മാലി പറയുന്നു. അപ്പോഴാണ് രണ്ടാൾക്കും ഒരു കാര്യം മനസ്സിലാകുന്നത്. എത്ര തിരക്കിനിടയിലും രണ്ടാൾക്കും കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ കഴിയില്ലെന്ന് അവര് മനസ്സിലാക്കും. ശേഷം നിർമ്മാലി വീട്ടിലെത്തുമ്പോൾ ദിലീപ് അവിടെ ഉണ്ടായിരുന്നു. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ അയാൾ നേരത്തെ വന്നതായിരുന്നു. ശേഷം അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിഭവങ്ങളായി ഉണ്ടായിരുന്നത് അയാൾ കൊണ്ടുവന്ന ചേനയും മറ്റ് വെജിറ്റേറിയൻ വിഭവങ്ങളുമൊക്കെ ആയിരുന്നു. അതിലൊന്നും യാതൊരു താല്പര്യവും തോന്നാത്ത നിർമ്മാലി നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന മാംസഭക്ഷണം എടുത്ത് ആർത്തിയോടെ കഴിക്കുന്നു. ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ഭർത്താവ് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേഗം മാംസഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഭക്ഷണം കഴിക്കുന്നത് തുടരുന്നു. ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ പോയ മെഡിക്കൽ ക്യാമ്പിലെ ദുരിതങ്ങളും അനുഭവങ്ങളുമൊക്കെ ദിലീപ് നിർമ്മാലിയോട് പറയും. നിർമ്മാലിയും അവൾ സുമനെ പരിചയപ്പെട്ട കാര്യം ഭർത്താവിനോട് സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നീ അവനെ ഒരു ദിവസം ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കൂ എന്ന് ദിലീപ് നിർമ്മാലിയോട് പറയും. നിർമ്മാലിയിൽ നിന്നും തനിക്കൊരു മോചനം വേണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ സുമൻ പിറ്റേന്ന് വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അവന് വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ഏലിയാസും കുറച്ച് ദിവസം വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഒപ്പം നിൽക്കുമ്പോൾ നിന്റെ മനസ്സ് മാറും, പഴയ പോലെ അക്കാഡമിക് കാര്യങ്ങളിൽ താല്പര്യമായി നിർമ്മാലിയോടുള്ള ഇഷ്ടമൊക്കെ മാറ്റി വരാൻ സുമനെ പറഞ്ഞുവിടുന്നു.
അതാണ് നല്ലതെന്ന് സുമനും അറിയാമായിരുന്നു. സുമൻ അങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്, നീ ഭക്ഷണം കഴിക്കാൻ രാത്രി 8 മണിക്ക് വരണമെന്ന് നിർമാലി മെസ്സേജ് ചെയ്യും. കേട്ട പാതി കേൾക്കാത്ത പാതി അടുത്ത സ്റ്റോപ്പിൽ ചെക്കൻ ചാടി ഇറങ്ങുന്നു. അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ തന്നെയായിരുന്നു നിർമാലി ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സും തേച്ച് മിനുക്കി കറക്റ്റ് സമയത്തിന് സുമൻ നിർമാലിയുടെ വീട്ടിലേക്ക് എത്തും. അവിടെ ജൂമിയും നിർമാലിയുടെയും ദിലീപിന്റെയും ചില സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സുമനെ നിർമാലി ജൂമിക്കും ദിലീപിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരോടൊപ്പം സുമനും അല്പം മദ്യമൊക്കെ കഴിച്ച് കൂട്ടുകൂടും. നിർമാലി ഭക്ഷണം എടുക്കുന്നതിനിടയിൽ, ഇതല്ലേ നീ പറഞ്ഞ മറ്റേ പയ്യൻ, ആള് ചുള്ളനാണ്, പക്ഷേ ഇത് നിന്റെ ഭർത്താവ് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് ജൂമി ചോദിക്കുമ്പോൾ നിർമാലിയും അല്പം ടെൻഷനാകുന്നു. ഇതേസമയം ദിലീപ് കൂട്ടുകാരോട് മെഡിക്കൽ ക്യാമ്പിൽ നടന്ന സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ പറയുന്നു. വെള്ളക്കെട്ടിൽ നിന്ന് ജോലി ചെയ്ത സമയം തൻ്റെ ശരീരത്തിൽ കയറിയ ഒച്ചുകളെക്കുറിച്ച് വളരെ അറപ്പോടെ ദിലീപ് പറയുമ്പോൾ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ ആൾക്കാരതിനെ ഭക്ഷണമാക്കാറുണ്ടെന്ന് സുമൻ പറയുന്നു. ഇത് കേട്ട് ചെക്കനത് എന്തൊക്കെയാ പറയുന്നതെന്ന് ആലോചിച്ച് ഒരല്പനേരം കിളിപോയിരിക്കുന്ന ദിലീപ് വീണ്ടും കൊളറ നിർമ്മാർജ്ജനത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നു. അങ്ങനെ കൂടിയിരിക്കുന്നവർ ദിലീപ് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണെന്നൊക്കെ അയാളെ പുകഴ്ത്തി പറയും. ശേഷം ബാത്റൂമിൽ കയറുന്ന സുമൻ അവിടെ വാഷ് ചെയ്യാനിട്ടിരിക്കുന്ന നിർമാലിയുടെ ബ്ലൗസ് കണ്ട് അവളോടുള്ള ആ ഒരു ഒബ്സഷനിൽ അതെടുത്ത് സ്മെല്ല് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് പുറത്താരോ വിളിക്കുന്നത് കൊണ്ട് തന്നെ സുമൻ വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു. ഇതേസമയം നിങ്ങളുടെ എല്ലാ വിജയത്തിനും പിന്നിൽ നിർമാലിയാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ട് അഭിമാനത്തോടെ ദിലീപ് നിർമാലിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ സുമന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകുന്നുണ്ട്. അത് നിർമാലിക്ക് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. എന്നാൽ ചിക്കനും മറ്റും പ്രോസസ്ഡ് ആയതുകൊണ്ട് തന്നെ സുമൻ അതൊന്നും കഴിക്കുന്നില്ല. ദിലീപ് കാക്കയുടെ ഇറച്ചിയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് ജൂമിക്ക് വല്ലാത്ത അറപ്പ് വരുന്നു. ഇതുകൊണ്ട് നമുക്ക് അബ്നോർമലായി തോന്നുന്ന പല ഭക്ഷണങ്ങളും മറ്റുള്ളവർക്ക് വളരെ നോർമൽ ആയിരിക്കുമെന്നും അതുപോലെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കാറ്റലോഗിലുണ്ടായിരുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ചില മാംസഭക്ഷണങ്ങളുടെ ലിസ്റ്റും സുമൻ പറയുന്നു. അതിൽ മാൻ, ആന, കുരങ്ങൻ, കാട്ടുപക്ഷികൾ, പട്ടി, പൂച്ച, പല്ലി, വിരകൾ, പാമ്പുകൾ, ഒച്ചുകൾ, തുമ്പി, മണ്ണിര, ചിലന്തി, പുൽച്ചാടി, ചിതലുകൾ, അങ്ങനെ നീണ്ട് ആ ലിസ്റ്റ് പോകുന്നു. ഇതൊക്കെ വല്ലാത്തൊരു ആവേശത്തോടും കൊതിയോടും കൂടിയാണ് നിർമാലി കേട്ടിരിക്കുന്നത്. പിറ്റേന്ന് ദിലീപ് അവരുടെ മെഡിക്കൽ ക്യാമ്പിന്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തപ്പി നടക്കുന്നു. അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ക്യാമ്പ് തന്നെ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് അതുമായി ഇവിടെ നിന്ന് പോകണമെന്ന് ദിലീപ് പറയുമ്പോൾ, നിങ്ങൾ വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, ഞാനും മോനും ഇനി എന്ത് ചെയ്യണമെന്ന് നിർമാലി ചോദിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താലേ സൊസൈറ്റിക്ക് പ്രോഗ്രസ് ഉണ്ടാകൂവെന്ന് ദിലീപ് പറയുന്നത് കേട്ട് നിർമാലിക്ക് ദേഷ്യം വരും. അവൾ വേഗം ഡ്രസ്സ് ചെയ്ത് നേരെ സുമന്റെ അടുത്തേക്ക് പോകുന്നു. ഗെറ്റ് ടുഗദറിന്റെ അന്ന് സുമൻ പറഞ്ഞത് വെച്ച് പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ടോ എന്ന് നിർമാലി അവനോട് ചോദിക്കുമ്പോൾ, എനിക്ക് അവറ്റേ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. ശേഷം നമുക്ക് വവ്വാലിറച്ചി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് സുമൻ ചോദിക്കുമ്പോൾ നിർമാലിയും ഹാപ്പിയാകുന്നു. അവരങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിലും സുമൻ നിർമാലിയുടെ വിരലുകളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. ശേഷം നിർമാലി ജൂമിയെ വിളിച്ച്, ഞാൻ ദിലീപുമായി വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്നിറങ്ങി, ഇപ്പോൾ സുമനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകുവാണ്, ആരെങ്കിലും ചോദിച്ചാൽ നിന്റെ കൂടെയാണെന്ന് പറയണമെന്നൊക്കെ ചട്ടം കെട്ടുന്നു. ശേഷം ഏലിയാസിന്റെ കാറിൽ സുമനും നിർമാലിയും വളരെ ഹാപ്പിയായി ഒരു ചെറിയ ഗ്രാമത്തിലെ കടയിൽ ചെന്ന് വവ്വാലിറച്ചി കഴിക്കുന്നു. ശേഷം ഗ്ലൂമിയായി രാത്രി കാറിൽ തിരികെ വരുന്ന സുമനെയും നിർമാലയുമാണ് കാണിക്കുന്നത്. കാറിൽ നിന്നിറങ്ങി അവൾ നേരെ വീട്ടിൽ വന്ന് ദിലീപിന് ഒരു ലിപ് ലോക്ക് കൊടുത്തിട്ട് റൂമിലേക്ക് പെട്ടെന്ന് പോകുന്നു. ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ച് ദിലീപ് നിൽക്കുന്നു. അവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിർമാലയുടെ മുഖത്ത് ഭക്ഷണം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി സുമൻ പറയുമ്പോൾ അതെടുത്ത് കളയാൻ അവൾ മുഖം അവൻ്റെ അടുത്തേക്ക് കാണിക്കുന്നു. സുമൻ അതെടുത്ത് കളയാനായി വിരലുകൾ അവളുടെ മുഖത്തേക്ക് അടുപ്പിക്കുമെങ്കിലും പെട്ടെന്ന് നിർമാലി മുഖം വെട്ടിച്ചു മാറ്റുന്നു. അങ്ങനെ അതുവരെ അവർ തമ്മിലുണ്ടായിരുന്ന മൂഡൊക്കെ ചേഞ്ച് ആകുന്നു. അതുകൊണ്ടാണ് ശേഷം ഒന്നും സംസാരിക്കാനാവാതെ രണ്ടുപേരും തിരികെ പോന്നത്. അടുത്ത സീനിൽ ഒരു പട്ടിയെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലിയാസിനെയും അവനോട് സംസാരിക്കുന്ന സുമനെയുമാണ് കാണിക്കുന്നത്. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം സുമൻ ഏലിയാസിനോട് പറയുന്നു. അവൾ ശരിക്കും എൻ്റെ സ്പർശനം ആഗ്രഹിച്ചിരുന്നു, എന്നാൽ വിവാഹിത എന്ന ചട്ടക്കൂടിനുള്ളിലായതുകൊണ്ടാണ് എന്നോടുള്ള പ്രണയം അവൾ പ്രകടിപ്പിക്കാത്തത്. അവൾ വിവാഹിതയല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായേനെ എന്നൊക്കെ സുമൻ പറയുന്നു. എന്നാൽ ഡിപ്രസ്ഡ് ആയ നിന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിർമാലിയുടെ ഡൾ ലൈഫിൽ നിന്നൊരു മോചനം, അതായത് അവൾക്കിതൊരു നേരം പോക്ക് മാത്രമായിരിക്കും. തന്നെക്കാൾ ചെറിയൊരു പയ്യൻ തന്റെ പുറകെ നടക്കുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു ചിരിക്കുകയായിരിക്കും നിർമാലി ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഏലിയാസ് പറയുന്നു. നിങ്ങൾക്കെന്താണ് അവളോട്
ഇത്ര ദേഷ്യമെന്ന് ചോദിച്ചിട്ട് സുമൻ നിർമ്മാലിയുടെ ഫോട്ടോ എടുത്ത് അവളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ശേഷം അവൻ അവിടെ ഇരുന്ന് വളരെ വിചിത്രമായ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നിർമ്മാലിയുടെ വയറ്റിനുള്ളിൽ വളരെ സന്തോഷവാനായിരിക്കുന്ന സുമനെയാണ് അവൻ കാണുന്നത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഏലിയാസ് അവനെ തട്ടി വിളിക്കും. പിറ്റേന്ന് ദിലീപ് തിരികെ പോകുന്നു. ദിലീപ് പോകുന്നതിൽ വലിയ താല്പര്യമില്ലാതെ നിർമ്മാലിയും നോക്കി നിൽക്കും. ഇതേസമയം ഉറങ്ങിക്കിടക്കുന്ന ഏലിയാസിനെ ഒരു ചായയുമായി വന്ന് തട്ടി വിളിക്കുന്ന സുമനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവൻ സോപ്പിട്ട് എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് ഏലിയാസിനോട് പറയുന്നു. എന്താണെന്ന് ഏലിയാസ് ചോദിക്കുമ്പോൾ ഒരു എക്സ്പെരിമെന്റിനാണ്, എന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് തരാമോ എന്ന് സുമൻ ചോദിക്കും. സുമനെ തള്ളിമാറ്റി നിന്റെ പണി നോക്കി ചെക്കാന്ന് പറഞ്ഞ് ഏലിയാസ് വീണ്ടും ഉറങ്ങാൻ പോകുന്നു. എന്നാൽ അവനെ അങ്ങനെ വെറുതെ വിടാൻ സുമൻ തയ്യാറല്ലായിരുന്നു. കൊച്ചുകുട്ടികൾ കേക്ക് കട്ട് ചെയ്ത് തരാൻ പറയുന്നത് പോലെ തന്റെ തുട കാണിച്ചു കൊടുത്ത് ദേ ഇവിടെ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞ് സുമൻ വാശി പിടിക്കുന്നു. ശേഷം ഓപ്പറേഷൻ ടേബിളിൽ കയറി ബീച്ചിൽ കാറ്റുകൊണ്ട് കിടക്കും പോലെ കിടക്കുന്ന സുമനോട് അനസ്തേഷ്യയുടെ എഫക്റ്റ് കഴിയുമ്പോൾ നിനക്ക് നല്ല പെയിൻ തോന്നും, അതുകൊണ്ട് ഇത് വേണോ എന്ന് ചോദിക്കുന്ന ഏലിയാസിനോട് നോ പ്രോബ്ലം, പെയിൻ ഇല്ലെങ്കിൽ ഗെയിനും ഇല്ലെന്ന് പറഞ്ഞ് സുമൻ വലിയ ഡയലോഗൊക്കെ അടിക്കും. അങ്ങനെ ഏതായാലും മനസ്സില്ലാ മനസ്സോടെ ഏലിയാസ് ഒരു ചെറിയ പീസ് ഫ്ലഷ് എടുത്ത് സുമന് കൊടുക്കുന്നു. അങ്ങനെ സുമനും വളരെ സന്തോഷമാകും. ശേഷം കുറെ പച്ചക്കറിയും മുട്ടയും വാങ്ങി വരുന്ന സുമൻ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി അതിനുള്ളിൽ പാചകം ചെയ്ത മാംസം ഫില്ല് ചെയ്ത് ഒരടിപൊളി ഡിഷ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നേരെ നിർമ്മാലിയുടെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് അത് കൊടുക്കും. നിർമ്മാലി അപ്പോൾ പേഷ്യന്റിനെ നോക്കുകയായിരുന്നു. ഞാനൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് നിർമ്മാലിക്ക് മെസ്സേജ് ചെയ്തിട്ട് സുമൻ അവിടെ നിന്നും പോകും. അന്ന് രാത്രി ജോലി കഴിഞ്ഞു വരുന്ന നിർമ്മാലിക്ക് കഴിക്കാൻ സെർവൻ്റ് ഉണ്ടാക്കിയത് വെജിറ്റേറിയൻ ഡിഷായിരുന്നു. അതിൽ വലിയ താല്പര്യം തോന്നാഞ്ഞ് സുമൻ കൊണ്ടുവന്ന ഐറ്റം എടുത്ത് അവൾ കഴിച്ചു നോക്കുന്നു. ആ ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ തന്നെ നിർമ്മാലി മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. അന്നേ വരെ അവൾ അനുഭവിച്ചിട്ടില്ലാത്ത വല്ലാത്തൊരു മായിക ലോകത്തേക്കാണ് നിർമ്മാലി പോകുന്നത്. പിറ്റേന്ന് ഇത്ര രുചികരമായ ഭക്ഷണം തന്നതിന് അവൾ സുമന് നന്ദി പറഞ്ഞ് മെസ്സേജ് അയക്കും. എന്ത് ഭക്ഷണമായിരുന്നു അതെന്ന് ചോദിക്കുമ്പോൾ നേരിൽ കാണുമ്പോൾ പറയാമെന്ന് സുമനും തിരിച്ച് മെസ്സേജ് അയക്കും. അടുത്ത സീനിൽ രണ്ടാളും ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു. എന്തായിരുന്നു ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കുന്ന നിർമ്മാലിയോട് സുമൻ ചേരുവകളൊക്കെ പറയുന്നു. മറ്റെല്ലാ ചേരുവകളും പറഞ്ഞ ശേഷം അല്പം മടിയോടെ എന്റെ കുറച്ച് മാംസവും അതിലുണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ട് നിർമ്മാലി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. അവൻ തന്റെ തുടയിലെ മുറിവ് കാണിച്ച് അവളെ അത് വിശ്വസിപ്പിക്കുന്നു. അത് കണ്ട് വല്ലാതെയായി പോകുന്ന അവൾ വേഗം അവിടെ നിന്നും എണീറ്റ് പുറത്തേക്ക് പോകും വഴി നിർമ്മാലി ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും നോ ഫലം. അത്രയ്ക്കും ആ രുചി അവളെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ഈ സമയം സുമൻ ഓടി നിർമ്മാലിയുടെ അടുത്തേക്ക് വരും. തന്നോടുള്ള പ്രണയം കൊണ്ടാണ് സുമൻ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്ന നിർമ്മാലി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം വീട്ടിലെത്തി മൗത്ത് വാഷൊക്കെ ഇട്ട് വായ കഴുകുമെങ്കിലും അവളുടെ ശരീരത്തോടും നാവിനോടും എന്തിനാ മനസ്സിനോടും പോലും ലയിച്ചു ചേർന്ന ആ രുചി മറക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ശേഷം ഇനിയും എനിക്ക് ആ ഭക്ഷണം വേണമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിർമ്മാലി സുമന്റെ ടിഫിൻ ബോക്സ് അവന് തന്നെ കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ അതൊരു സ്ഥിരം കലാപരിപാടിയാകും. സുമന്റെ മാംസം പല പല ഡിഷുകളായി ഓരോ തവണയും നിർമ്മാലിക്ക് മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവളും അതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ നിർമ്മാലി സുമന്റെ ഫ്ലഷ് കഴിക്കുമ്പോഴും വല്ലാത്തൊരു പരമാനന്ദം രണ്ടു പേർക്കും ലഭിച്ചിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ വേലിക്കെട്ടുകൾക്കും ചട്ടക്കൂടുകൾക്കും അപ്പുറം നിർമ്മാലിയും സുമനും ലയിച്ചു ചേർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി നിർമ്മാലി സുമന് സമ്മാനിക്കും. അവൻ വളരെ സന്തോഷത്തോടെ ആസ്വദിച്ച് അത് കഴിക്കുന്നു. എന്താണതെന്ന് ചോദിക്കുന്ന സുമന് തൻ്റെ സാരി അല്പം ഉയർത്തി മുട്ടിന് താഴെയായി കെട്ടിവെച്ചിരിക്കുന്ന ഒരു മുറിവ് നിർമ്മാലി കാണിച്ചു കൊടുക്കും. അതായത് അവളുടെ കാലിലെ മാംസമാണ് അവൾ കട്ട്ലറ്റാക്കി സുമന് കൊടുത്തത്. അവനത് കേൾക്കുന്നതും ഓടിപ്പോയി ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. തൻ്റെ മാംസം നിർമ്മാലിയെ തീറ്റിക്കുന്നതിനൊപ്പം അവളുടെ മാംസം തിന്നാനുള്ള ഹൃദയവിശാലതയൊന്നും സുമനുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ. ഏതായാലും നിർമ്മാലിക്ക് സുമൻ ഉണ്ടാക്കി കൊടുത്ത ശീലം അവളെ വല്ലാതെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. ജൂമിയോടും അവളുടെ ലവറോടുമൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കെ വെജിറ്റേറിയൻ ഭക്ഷണമായതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഭക്ഷണം കഴിക്കാൻ പോലും നിർമ്മാലിക്ക് കഴിയുന്നില്ല. അതേപ്പറ്റി അവർ ചോദിക്കുമ്പോൾ വിശപ്പില്ലെന്ന ഒഴുക്കൻ മറുപടിയാണ് നിർമ്മാലി പറയുന്നത്. ശരിക്കും അവളുടെ വിശപ്പ് മനുഷ്യമാംസത്തോട് മാത്രമായി മാറിയിരുന്നു. അവൾക്ക് ഊണിലും ഉറക്കത്തിലും ആ ചിന്ത മാത്രമാകുന്നു. മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെയാകുന്ന നിർമ്മാലിക്ക് ക്ലിനിക്കിലിരിക്കുന്ന മെഡിസിൻ ബോക്സ് പോലും നിർമ്മാലിക്ക് തോന്നുന്നത് സുമൻ കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സ് ആയിട്ടാണ്. മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനാകാതെ മനുഷ്യമാംസത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന അവളുടെ വിശപ്പ് മനസ്സിനെയും ബാധിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം റോഡരികിൽ ഒരു കടയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ അത്ര കൊതിയോടെയാണ് അവൾ നോക്കി നിൽക്കുന്നത്. നിർമ്മാലിക്ക് മെസ്സേജ് അയച്ച് അലക്ഷ്യമായി റോഡിലൂടെ നടക്കവേ ഒരു ദിവസം സുമനെ ഒരു കുട്ടി സൈക്കിൾ കൊണ്ടിടിക്കും. അവൻ്റെ കാലിലെ മുറിവിൽ നിന്ന് ഒലിച്ചു വരുന്ന
ചോര വളരെ ഈസിയായി തുടച്ചു നീക്കുന്നതിനിടയിൽ നിർമ്മാലിയുടെ മെസ്സേജിന് എൻ്റെ ഫുൾ ബോഡി നിങ്ങൾക്കായി ഇവിടെയുണ്ടെന്നാണ് അവൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. എന്നാൽ മാംസമെടുക്കാൻ സുമൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിർമ്മാലിക്കും അറിയാമായിരുന്നു. ഇത്തവണ ഏലിയാസിന്റെ അടുത്തെത്തി തന്റെ ഇടതുകാലിലെ തള്ളവിരൽ കട്ട് ചെയ്ത് തരാൻ സുമൻ പറയുന്നു. അവരുടെ ഒരു കോമൺ ഫ്രണ്ടിനെ ഏലിയാസ് കണ്ടിരുന്നു. ഇത് കേട്ട് കലി കയറുന്ന ഏലിയാസ്, ഞാൻ എടുത്തു തരുന്ന മാംസം നീ നിന്റെ മുറിയിൽ കുക്ക് ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞു. അത് റിസർച്ചിനൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ പ്രണയത്തിന് വേണ്ടിയല്ലേ? എന്താണ് നീയും ആ ഡോക്ടറും കാണിക്കുന്നതെന്ന് ഏലിയാസ് ചോദിക്കുന്നു. ഇനിമേലിൽ എന്നോടിത് പറഞ്ഞു വന്നേക്കരുതെന്ന് ഏലിയാസ് പറയുമ്പോൾ, ശരി, നീ വിരൽ കട്ട് ചെയ്യണ്ട, നമുക്ക് എന്നും എടുക്കുന്നിടത്തു നിന്നും എടുത്താൽ മതിയെന്നും പറഞ്ഞ് സുമൻ ടേബിളിൽ കയറിയിരിക്കുന്നു. എന്നാൽ ഇത് നടപടിയാവില്ലെന്ന് പറയുന്ന ഏലിയാസിനോട്, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെ ലവറുമായി എങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നാണ് എൻ്റെ പരീക്ഷണം എന്ന് സുമൻ പറയും. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല, ഇപ്പൊ തന്നെ നിനക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഇതിവിടെ നിർത്തിക്കോ, ഇനി ഇവിടെ നടക്കില്ലെന്ന് ഏലിയാസ് തറപ്പിച്ചു പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തോളാമെന്ന് പറഞ്ഞ് സർജിക്കൽ നൈഫ് എടുക്കുന്ന സുമനെ അത് പിടിച്ചു വാങ്ങി അവൻ്റെ മുഖത്തിട്ട് ഏലിയാസ് ഒന്ന് പൊട്ടിക്കുന്നു. അതോടെ സുമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ഏലിയാസുമായി ഉടക്കി പിരിയുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കാര്യം നടക്കില്ലെന്ന് സുമൻ നിർമ്മാലിക്ക് മെസ്സേജ് ചെയ്യും. അങ്ങനെ ടെൻഷനാകുന്ന രാത്രി നിർമ്മാലി സുമനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ ഫോൺ വിളിച്ച് പറയുന്നു. സുമൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നിർമ്മാലി കാർ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സുമനെയും കൂട്ടി കയ്യിൽ ഗ്ലൗസും ഇട്ട് നിർമ്മാലി നേരെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് പോകുന്നു. അവിടെ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി സുമന് കാട്ടിക്കൊടുത്തിട്ട് വളരെ ആവേശത്തോടും കൊതിയോടും കൂടി, ഇതൊരു അനാഥ ശവമാണ്, കുറച്ചു നേരമേ ആയുള്ളൂ ഇതിവിടെ വന്നിട്ട്, ഫ്രഷ് ആണ്, ആക്സിഡന്റ് പറ്റിയതാണ്, കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം, വേഗം വേണമെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കൈ വേണോ കാൽ വേണോ എന്നൊക്കെ നിർമ്മാലി ചോദിക്കും. ഇത് കാണുന്ന സുമൻ ആകെ പേടിച്ചു പോയിട്ട്, ദൈവമേ, ഞാൻ മൂർഖം പാമ്പിനെയാണല്ലോ മാംസം കൊടുത്തു വളർത്തിയത് എന്ന അവസ്ഥയിലാകും. അവൻ അവളെ വിലക്കാൻ തുടങ്ങുമ്പോൾ, മിണ്ടരുത്, ആരെങ്കിലും വന്നാൽ ഒന്നും നടക്കില്ല, ഇന്നെനിക്ക് ഈറ്റിംഗ് ഡേ ആണ്, എനിക്ക് കഴിക്കണമെന്ന് ആർത്തിയോടെ നിർമ്മാലി പറയുന്നു. ഏലിയാസ് ഇന്ന് മാംസം എടുത്തു തരാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് ഇന്ന് പറ്റാഞ്ഞത്, സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സുമൻ നിർമ്മാലിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും, എനിക്ക് നിന്റെ ഇത്തിരി പോന്ന ശരീരഭാഗമൊന്നും വേണ്ട, എനിക്ക് ഒരുപാട് കഴിക്കണം, എനിക്കിത് മതിയെന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു സെക്യൂരിറ്റി വരുന്നത് കൊണ്ട് തന്നെ കത്തി അവിടെ വെച്ച് നിർമ്മാലിയും സുമനും അവിടെ നിന്നും പോകുന്നു. ശേഷം രണ്ടാളും ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു. എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചതെന്ന് നിർമ്മാലി പറയുമ്പോൾ, ഹോസ്പിറ്റൽ മുഴുവൻ CCTV ആണ്, നിങ്ങൾക്ക് തോന്നുന്നോ നമ്മൾ പിടിക്കപ്പെടില്ലെന്ന് എന്ന് പറയുന്ന സുമനെ നോക്കി വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ എനിക്കാകെ ഭ്രാന്തായിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിർമ്മാലി കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടെ ഇതെല്ലാം തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് സുമൻ തല കുനിച്ചിരിക്കും. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്ന് അവൻ പറയുമ്പോൾ, എന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവളും പറയുന്നു. ശേഷം രണ്ടാളും നിർമ്മാലിയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. സുമൻ നടക്കുന്നത് തന്നെ വേച്ചാണ്. കാരണം അവൻ്റെ കാലിൽ നിന്ന് മാംസം എടുത്തെടുത്ത് അവന് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു സുമൻ. നിർമ്മാലി തൻ്റെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധവതിയായിരുന്നു. ആൽക്കഹോൾ അഡിക്ഷൻ എന്നതുപോലെ നിർമ്മാലിക്കും ഇതൊരു അഡിക്ഷനായി മാറിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിർമ്മാലി ഒരു മനുഷ്യമാംസഭോജിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് ഒരിക്കൽ മതിയാവോളം കഴിച്ചാലേ കഴിയൂ എന്ന് നിർമ്മാലി പറയുന്നു. അതിനിപ്പോൾ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ഉണ്ടോ എന്ന് സുമൻ ചോദിക്കുമ്പോൾ, വിഷം കൊടുത്തു കൊല്ലാൻ എളുപ്പമാണ്, പക്ഷേ ഫ്ലഷ് കണ്ടാമിനേറ്റ് ആകുമെന്ന് നിർമ്മാലി പറയുന്നു. നിർമ്മാലി ഇത്രത്തോളം സീരിയസ് ആയി ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് പോലും സുമന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ മോശമാകുന്നതിന് മുമ്പ് എനിക്കിതിന് ഒരു അറുതി വരുത്തണം എന്നൊക്കെ നിർമ്മാലി പറയും. ശരി, ഞാൻ നിങ്ങളുടെ വിശപ്പകറ്റി തരാം, ഞാനായിട്ട് തുടങ്ങിയത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാം, ഞാൻ ഇന്ന് തന്നെ മാംസം സെറ്റ് ചെയ്യാമെന്ന് സുമൻ പറയുന്നതോടെ നിർമ്മാലിക്കും സന്തോഷമാകും. നിർമ്മാലി വീട്ടിലേക്കും സുമൻ തൻ്റെ ഇരയെ തേടിയും പോകുന്നു. സുമൻ ബസ്സിലിരിക്കെ, നീ എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, ഞാനൊരിക്കലും മറക്കില്ലെന്നൊക്കെ നിർമ്മാലി മെസ്സേജ് ചെയ്യും. പെട്ടെന്ന് ഏലിയാസ് സുമന് കോൾ ചെയ്യുമെങ്കിലും അവനത് അറ്റൻഡ് ചെയ്യുന്നില്ല. ശേഷം ഒരു വലിയ കത്തിയൊക്കെ വാങ്ങി റോഡിലൂടെ പോകുന്ന ഓരോരുത്തരെയായി അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ആരെ സെലക്ട് ചെയ്യണമെന്നതാണ് അവൻ്റെ ചിന്ത. ഈ നേരം നമ്മുടെ നിർമ്മാലി കിട്ടുന്ന ഫുൾ ബോഡി എടുക്കണ്ട, കയ്യിൽ നിന്നും കാലിൽ നിന്നുമൊക്കെ കുറച്ച് എടുത്താൽ മതിയെന്നൊക്കെ സുമന് മെസ്സേജ് അയച്ചിട്ട് കൊണ്ടുവരാൻ പോകുന്ന മാംസം വെക്കാനായിട്ട് ഫ്രീസറിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ഫ്രീസർ ഒഴിക്കുന്നു. കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ രുചി ആലോചിച്ച് അവളുടെ വായിലൂടെ ഉമിനീര് അരിച്ചിറങ്ങുന്നുണ്ട്.
സുമൻ ഈ സമയം ഒരു റിക്ഷക്കാരനെ സെലക്ട് ചെയ്യുന്നു. അയാളുടെ റിക്ഷയും വിളിച്ച് അധികം ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകും. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ അയാൾ റിക്ഷ നിർത്തുന്നതോടെ ബാഗിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് സുമൻ അയാളെ വെട്ടുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിടിവലിയാകും. കഴുത്തു ഞെരിച്ച് സുമൻ അയാളെ കൊല്ലുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ നായകനും നായികയ്ക്കുമൊപ്പം ഒരു റിക്ഷക്കാരനെ കൂടി കാണിച്ചിരുന്നില്ലേ? ഈ റിക്ഷക്കാരനായിരുന്നു അത്. ഈ സമയം മാംസഭക്ഷണം എങ്ങനെ കുക്ക് ചെയ്യുമെന്നൊക്കെ ബുക്ക് നോക്കി മനസ്സിലാക്കി കൊതിയൂറി സുമന്റെ മെസ്സേജിനായി നിർമാലി വെയിറ്റ് ചെയ്യുന്നു. സുമൻ റിക്ഷക്കാരന്റെ ബോഡി ഒരു മതിലിന്റെ അരികിലേക്ക് വലിച്ചുകൊണ്ടു വന്നിട്ട് അതിന്റെ കാലിൽ നിന്നും മാംസം വെട്ടിയെടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ. അതേസമയം നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ ഒരു പോലീസുകാരൻ അതുവഴി വരികയും ചിക്കൻ വെട്ടുന്ന ലാഘവത്തിൽ ഒരു മനുഷ്യനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സുമനെ കാണുകയും ചെയ്യുന്നു. പോലീസുകാരനെ കാണുന്നതോടെ സുമൻ കത്തി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവനെ പോലീസുകാരെ പിടികൂടുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടിച്ച് ഇഞ്ച പരുവമാക്കുകയും ചെയ്യും. അപ്പോഴാണ് കാത്തിരുന്നു മടുക്കുന്ന നമ്മുടെ നിർമാലി സുമന്റെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഫോണിലെ മെസ്സേജ് ചെക്ക് ചെയ്യുന്നതോടെ പോലീസിന് ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നു. മര്യാദയ്ക്കെല്ലാം തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞ പോലീസ് വീണ്ടും സുമനെ ഇടിക്കുന്നു. ആ സീൻ കട്ടായി പിറ്റേന്ന് രാവിലെ സുമനെ കാത്തിരുന്ന് ബോധമില്ലാതെ ഉറങ്ങിപ്പോകുന്ന നിർമാലിയെ സെർവന്റ് വന്ന് വിളിച്ചുണർത്തുന്നു. പതിവ് പോലെ അവൾ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു പോലീസ് വണ്ടി നിർമാലിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. വാറണ്ടുമായി വരുന്ന പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുമ്പോഴേക്കും മീഡിയക്കാരെല്ലാം കൂടി അവിടേക്ക് പാഞ്ഞു വരുന്നു. അങ്ങനെ കാട്ടുതീ പോലെ വാർത്ത മീഡിയയിൽ വരുന്നു. ന്യൂസ് കാണുന്ന ഏലിയാസ് ഞെട്ടിത്തരിച്ചു പോകും. അവൻ വേഗം സുമൻ താമസിക്കുന്നിടത്തേക്ക് വരുമ്പോൾ അവിടെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ് ദിലീപിനെ വിളിക്കുന്നവരോടൊക്കെ അയാൾ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. നിർമാലിയുടെയും സുമന്റെയും ഫോട്ടോ വെച്ച് TV-യിൽ വരുന്ന വാർത്ത കണ്ട് ജൂമിയും നിർമാലിയുടെ മകനും സെർവന്റും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കും. പോലീസ് സ്റ്റേഷനിൽ ഇതേ സമയം ഇടിച്ച് നീര് വന്ന മുഖവുമായിരിക്കുന്ന സുമനെയും നിർമാലിയെയും തലവഴി തുണിമൂടി മീഡിയയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. അവിടെ കൂടിയിരുന്ന എല്ലാവരും അവരെ തെറി പറയുകയും ആക്രോശിക്കുകയും ചെയ്യവേ നിർമാലി ആദ്യമായി സുമന്റെ കൈകളിൽ സ്പർശിക്കുന്നു. പലതവണ സുമൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടൊന്നും നടക്കാത്തതായിരുന്നല്ലോ അത്. സുമനും അതോടെ നിർമാലിയുടെ കൈകളിൽ മുറുകെ പിടിക്കുന്നു. ഒരു പക്ഷേ ഈ സ്പർശനം കുറച്ചുകൂടി മുൻപേ നടന്നിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരന്തമുണ്ടാകില്ലായിരുന്നു. അവരുടെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നുമില്ല. കൈകോർത്ത് സമൂഹത്തിനു മുന്നിൽ തെറ്റുകാരായി നിൽക്കുന്ന നിർമാലിയെയും സുമനെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.